അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ട, ബ്രെഡ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് തന്നെ പോയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒരു പാനോ കടായോ ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായതിനു ശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാട് അങ്ങ് ചൂടാകുന്നതിന് മുൻപ് നമുക്ക് ഒരു 4 ഏലക്ക, 6 ഗ്രാമ്പൂ, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട, ഇത് 3 കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ നമുക്ക് ചേർക്കാം. ഇത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമുളക് ഞാനൊരു 4 അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 2 ചെറിയ സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു. നീളത്തിൽ അരിഞ്ഞതാണ്. ചെറുതായിട്ട് വേണമെങ്കിൽ വരിയാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയതാണ്. അപ്പോൾ ഇനിയിപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. 1/2 സ്പൂണ് ഉപ്പ് നമ്മൾ ചേർത്തതായിരുന്നു. ഇനി ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ലെമണിൻ്റെ ഒരു ഹാഫ് ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നമ്മൾ ചിക്കൻ ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു വലിയൊരു പൊട്ടറ്റോയും ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 കപ്പ് ഞാൻ 2ാം പാല് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം എന്താ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റോളം വേണം നമുക്ക് ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തെങ്കിൽ മാത്രമേ നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തെ ഈ പൊട്ടറ്റോ ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. കാരണം നമുക്കൊരു കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്ന് ചതച്ചതായാലും മതി. ഇനി ഒരു 1/2 സ്പൂണ് നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലാണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വെന്ത് എല്ലാം സെറ്റായതിനു ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലുണ്ട്. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് വിട്ടേച്ച് പോവല്ലേ. ഇത് തിളക്കാനായിട്ട് അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ആ രൂപത്തിനും ഭാവത്തിനും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഒന്നാമത് തിളച്ചിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടാണിത്. ഇതുകൂടെ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ആ നെയ്യുടെയൊക്കെ ആ മണവും ഒക്കെ വരുമ്പോഴത്തേന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കാഷ്യൂനട്ട് നമുക്കൊന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നുന്നില്ലേ? വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയാണ്. അധികം എരിവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ ഒന്ന് വരുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ സ്റ്റൂ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 10 മിനിറ്റത്തേനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. തുറക്കരുത്. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഏകദേശം വലിയ ചൂടൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനിയും ചൂടോടുകൂടി സെർവ് ചെയ്യാം.